ഹായ് ഫ്രണ്ട്സ്, PSC ബുള്ളറ്റിന്റെ ഏറ്റവും പുതിയ ബുക്കിൽ നിന്നുള്ള 3000-ലധികം വരുന്ന കറണ്ട് അഫയേഴ്സ് എന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇപ്പം 400ഓളം ചോദ്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. 4 വീഡിയോസിലായിട്ട് 400ഓളം ചോദ്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ചോദ്യങ്ങളുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടേക്കാം. ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്, അപ്പം നിങ്ങൾക്ക് നോക്കാം അത്. അപ്പം ഇതിന് ബാക്കി വരുന്ന ഇനി അടുത്ത ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഇന്നലത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും നമ്മൾ വെറുതെ ഉള്ള ബുക്കുകളെല്ലാം വാങ്ങിച്ചു കൂട്ടി വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല. എല്ലാം പരന്ന നല്ല ഏത് കാര്യമാണോ നമ്മൾ പഠിക്കുന്നത് അതിൽ നല്ല രീതിയിൽ പരന്ന ഒരു വായന നമുക്ക് ആവശ്യമുണ്ട്. അതിനെക്കുറിച്ച് അത്യാവശ്യം കാര്യങ്ങൾ അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്താൽ പറ്റും. അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സ് നമുക്ക് വെറുതെ കാണുന്ന ബുക്കുകളെല്ലാം വലിച്ചു വാരി അതിനകത്ത് നോക്കിയിട്ട് പഠിച്ചിട്ടും ഒരു കാര്യമൊന്നുമില്ല. കറക്റ്റായിട്ട് നമ്മൾ പത്രം വായന ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഇനി വരുന്ന മെയിനായിട്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാം ഉള്ളവർ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ എക്സാം പഠിച്ചിട്ട് ആപ്ലിക്കേഷൻ അയച്ചിട്ടുള്ളവർ, നിങ്ങൾ ഇനി മുതലെങ്കിലും നന്നായിട്ട് കറണ്ട് അഫയേഴ്സ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം മുതലുള്ള അല്ലെങ്കിൽ മാക്സിമം നമുക്ക് ഒരു 2 മാസമെങ്കിലും മുമ്പുള്ളത് തൊട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ പത്രം എടുത്തിട്ട് കറക്റ്റായിട്ട് നോക്കി കറക്റ്റ് പോയിന്റ്സ് എല്ലാം എഴുതി വെച്ച് പഠിക്കാൻ പറ്റിയെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കറണ്ട് അഫയേഴ്സിൽ. അപ്പം നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ പറ്റുന്നത് PSC ബുള്ളറ്റിൻ തന്നെയാണ്. കാരണം PSCയുടെ തന്നെ പ്രസിദ്ധീകരണം ആയതുകൊണ്ട് അതിനകത്തുനിന്ന് അവർ എന്തായാലും ചോദ്യം ചോദിക്കും. അത് കാരണം നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഏക മാർഗം എന്ന് പറയുന്നത് PSC ബുള്ളറ്റിനൊക്കെ തന്നെ ആയിരിക്കും. അപ്പം നമുക്ക് നോക്കാം അടുത്ത ചോദ്യങ്ങൾ. ഗുണമേന്മയുള്ള ഭക്ഷണം മിതമായ വിലയിൽ നൽകാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് സുഭിക്ഷ. ഏത് വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് സുഭിക്ഷ പദ്ധതി നടപ്പിലാക്കുന്നത്? ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് ഗുണമേന്മയുള്ള ഭക്ഷണം മിതമായ വിലയിൽ നൽകാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയായ സുഭിക്ഷ നടപ്പിലാക്കുന്നത് എന്നോർത്ത് വയ്ക്കുക. ആദ്യത്തെ സുഭിക്ഷ റെസ്റ്റോറന്റ് ആരംഭിക്കാൻ തീരുമാനിച്ച സ്ഥലമാണ് ആലപ്പുഴ. അത് ഓർത്ത് വെച്ചോളാം. ഇപ്പം വരുന്ന നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ രീതി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ആദ്യത്തെ സുഭിക്ഷ റെസ്റ്റോറന്റ് ആരംഭിക്കാൻ തീരുമാനിച്ച സ്ഥലമാണ് ആലപ്പുഴ. പ്രോമിസ് മീ ഡാഡ് എന്ന കൃതിയുടെ രചയിതാവ് ജോ ബൈഡൻ ആണ്. പ്രോമിസ് മീ ഡാഡ് എന്ന കൃതിയുടെ രചയിതാവാണ് ജോ ബൈഡൻ എന്നോർക്കുക. 2021 സെപ്റ്റംബറിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾഡ് പ്രോഗ്രസ് അവാർഡ് നേടിയത് ഷെയ്ഖ് ഹസീനയാണ്. ഷെയ്ഖ് ഹസീന ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പം ഷെയ്ഖ് ഹസീന ആരാണെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ഒരു അവാർഡ് ഷെയ്ഖ് ഹസീനയ്ക്ക് കിട്ടിയത് കൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീന ആരാണെന്ന് നമുക്ക് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. 2021 സെപ്റ്റംബറിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾഡ് പ്രോഗ്രസ് പ്രൈസ് അവാർഡ് നേടിയത് ഷെയ്ഖ് ഹസീനയാണ്. ഷെയ്ഖ് ഹസീന ആരാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. സൂയസ് കനാലിലെ ജലഗതാഗതം ഒരാഴ്ചയോളം തടസ്സപ്പെടുത്തുന്നതിന് $100 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നതിന് പ്രസ്താവിച്ച രാജ്യമാണ് ഈജിപ്ത്. സൂയസ് കനാലിലെ ജലഗതാഗതം ഒരാഴ്ചയോളം തടസ്സപ്പെട്ടതിന് $100 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെടുമെന്ന് പ്രസ്താവിച്ച രാജ്യമാണ് ഈജിപ്ത്. വന്ദേ ഉൽക്കല ജനനി എന്ന ഏത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഗാനമാണ്? ഒഡീഷയുടെ ഔദ്യോഗിക ഗാനമാണ് വന്ദേ ഉൽക്കല ജനനി എന്നുള്ളത്. ഒന്ന് ഓർത്തു വെച്ചോളുക. കന്നുകാലികളുടെ സംരക്ഷണത്തിനായി 2020 ഗോ ക്യാബിനറ്റ് രൂപവത്കരിക്കാൻ ആരംഭിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അപ്പൊ കന്നുകാലികളുടെ സംരക്ഷണത്തിനായി 2020 ഗോ ക്യാബിനറ്റ് രൂപവത്കരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശാണ്. UN സുരക്ഷാ സമിതി വിപുലപ്പെടുത്താനും കൂടുതൽ അംഗങ്ങൾക്ക് വീറ്റോ അധികാരം നൽകുന്നതിനും ആവശ്യം ഉന്നയിച്ച കൂട്ടായ്മയായ G4 എന്ന സംഘടനയിലെ അംഗരാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ഓർത്ത് വെച്ചോളുക. ഇന്ത്യ, ബ്രസീൽ, ജർമ്മനി, ജപ്പാനാണ്. അപ്പൊ G4 കൺട്രീസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ, ബ്രസീൽ, ജർമ്മനി, ജപ്പാനാണ്. അപ്പൊ അവർ ഉന്നയിച്ച ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് നോക്കുക. UN സുരക്ഷാ സമിതിയിൽ വിപുലപ്പെടുത്താനും കൂടുതൽ അംഗങ്ങൾക്ക് വീറ്റോ അധികാരം നൽകുന്നതിനും ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് G4 സംഘടന ഉന്നയിച്ച കൂട്ടായ്മയാണ് ഇത്. 2021 സെപ്റ്റംബറിൽ ഏത് യൂറോപ്യൻ നഗരത്തിലാണ് ബിറ്റ് കോയിന്റെ ഉപജ്ഞാതാവ് സതോഷി നകാമോട്ടോയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത്? ബുഡാപെസ്റ്റിലാണ്. 2021 സെപ്റ്റംബറിൽ ഏത് യൂറോപ്യൻ നഗരത്തിലാണ് ബിറ്റ് കോയിന്റെ ഉപജ്ഞാതാവായ
സതോഷി നഗാമോട്ടോയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത്? ബുഡാപെസ്റ്റ്. അപ്പോൾ ഇവിടെ 2 ചോദ്യം നമുക്കിവിടെ കിട്ടി. ബിറ്റ്കോയിന്റെ ഉപജ്ഞാതാവാണ് സതോഷി നഗാമോട്ടോയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ബുഡാപെസ്റ്റിലാണ്. ബുഡാപെസ്റ്റ് യൂറോപ്യൻ നഗരമാണെന്നോട് ഓർത്തു വെച്ചുകൊള്ളുക. സമീപകാലത്ത് വാർത്താ പ്രാധാന്യം നേടിയ പ്രഫുൽ പട്ടേൽ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു? ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു പ്രഫുൽ പട്ടേൽ എന്ന് ഓർക്കുക. മിശ്രവിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിന് സുമംഗൽ എന്ന പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷ. ട്രാൻസ്ലേറ്റിംഗ് മൈസെൽഫ് ആൻഡ് അതേഴ്സ് എന്ന പുസ്തകം രചിച്ചത് ജുംബ ലാഹിരിയാണ്. അപ്പൊ ജുംബ ലാഹിരി നമുക്ക് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പൊ ജുംബ ലാഹിരി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. നമുക്ക് ഇനി അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ടേ കാര്യമുള്ളൂ. കറക്റ്റായിട്ട് ആ പേഴ്സന്റെ കറക്റ്റ് നമ്മൾ അതേപടി സ്പൂൺ ഫീഡിങ് നോക്കിയിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ജുംബ ലാഹിരി ഏത് മേഖലയിൽ പ്രശസ്തയാണ് എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയത് ട്രാൻസ്ലേറ്റിംഗ് മൈസെൽഫ് ആൻഡ് അതേഴ്സ് എന്ന പുസ്തകം രചിച്ചത് ജുംബ ലാഹിരിയാണ്. കാലിഫോർണിയയിൽ കാട്ടുതീ പടർന്നു പിടിച്ചതിനെ തുടർന്ന് സുരക്ഷാ കവചം നൽകപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ മരമാണ് ജനറൽ ഷെർമാൻ. അപ്പൊ ഇത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നമ്മുടെ എൻവയോൺമെന്റൽ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കാലിഫോർണിയയിലെ കാട്ടുതീ പടർന്നതിനെ തുടർന്ന് സുരക്ഷാ കവചം നൽകപ്പെട്ട ലോകത്തിലെ വലിയ മരമാണ് ജനറൽ ഷെർമാൻ. ഇന്ത്യയിലെ ആദ്യത്തെ വേൾഡ് സ്കിൽ സെന്റർ നിലവിൽ വന്നത് ഒഡീഷയിലാണ്. ദ സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് എന്ന പുസ്തകം രചിച്ചത് സ്റ്റീവ് വോ ആണ്. സ്റ്റീവ് വോ ഏത് രാജ്യത്തിന്റെ ക്രിക്കറ്റ് കളിക്കാരനാണ് എന്ന് നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. നമുക്ക് കുറച്ചു കാലം മുമ്പ് വരെയുള്ള ക്രിക്കറ്റൊക്കെ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ സ്റ്റീവ് വോ ഏത് ടീമിന് വേണ്ടിയാണ്, ഏത് രാജ്യത്തിന് വേണ്ടി കളിച്ചതെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പൊ സ്റ്റീവ് വോ ഏത് രാജ്യത്തിന്റെ ക്രിക്കറ്റ് കളിക്കാരനാണെന്ന് പറയുക. അതോടൊപ്പം തന്നെ ദ സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് എന്ന പുസ്തകം രചിച്ചത് സ്റ്റീവ് വോ ആണ്. ഏത് മേഖലയുടെ ഉദ്ധാരണത്തിനായി ആരംഭിച്ച ക്യാമ്പയിനാണ് ഹുനാർ ഹട്ട്, കരകൗശല വികസനം. ഹുനാർ ഹട്ട് എന്നുള്ളത് കരകൗശല വികസനത്തിന് ആരംഭിച്ചിട്ടുള്ള ക്യാമ്പയിനാണ് എന്ന് ഓർത്ത് വെക്കുക. DDCO ഓംബുഡ്സ്മാനായി നിയമിതനായ മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ് ഇന്ദു മൽഹോത്ര. ഇപ്പൊ DDCOയുടെ ഓംബുഡ്സ്മാനായിട്ട് നിയമിതയായിട്ട് മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ് ഇന്ദു മൽഹോത്ര. തിരുവനന്തപുരം വിമാനത്താവളം ആദാനി എന്റർപ്രൈസസ് എത്ര വർഷത്തേക്കാണ് പാട്ടത്തിനെടുത്തിരിക്കുന്നത്? 50 വർഷത്തേക്കിനാണ്. ഇന്റർനാഷണൽ യങ് ഇക്കോ ഹീറോയായി നാമകരണം ചെയ്യപ്പെട്ടതാണ് അയാൻ ശംത. ഓർക്കുക, 2021 ഇന്റർനാഷണൽ യങ് ഇക്കോ ഹീറോയായി നാമകരണം ചെയ്യപ്പെട്ടതാണ് അയാൻ ശംക. ലോകത്തിലെ ആദ്യ പറക്കും കാർ നിർമ്മിക്കുന്നത് ഡച്ച് കമ്പനിയായ PAL5 ഫാക്ടറി തുറക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ലോകത്തിലെ ആദ്യത്തെ പറക്കും കാർ നിർമ്മിക്കുന്നതിന് ഡച്ച് കമ്പനി PAL5 ഫാക്ടറി തുറക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. 2020 ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച ബാലറ്റ് പേപ്പറിന്റെ നിറമാണ് വെളുപ്പ്. KSRTC പമ്പുകളിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്നതിനായി കേന്ദ്ര പൊതുമേഖലാ എണ്ണ കമ്പനിയുമായി ചേർന്ന് KSRTC ആരംഭിച്ച പദ്ധതിയാണ് KSRTC യാത്രാ ഫ്യൂവൽസ്. ഒന്നുകൂടെ പറയാം, KSRTC പമ്പുകളിൽ നിന്ന് ജനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്നതിനായി കേന്ദ്ര പൊതുമേഖലാ എണ്ണ കമ്പനിയുമായി ചേർന്ന് KSRTC ആരംഭിച്ച പദ്ധതിയാണ് KSRTC യാത്രാ ഫ്യൂവൽസ് എന്നുള്ളത്. മരട് എന്ന പ്രദേശം ഉൾപ്പെടുന്ന കോസ്റ്റൽ റെഗുലേഷൻ സോൺ ഏതാണ്? CRZ എന്നുള്ളതാണ്. CRZ3 എന്നുള്ളതാണ് മരട് എന്ന പ്രദേശം ഉൾക്കൊള്ളുന്ന കോസ്റ്റൽ റെഗുലേഷൻ സോൺ. അപ്പൊ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം തന്നെയാണ്. മരട് എന്ന പ്രദേശം ഉൾപ്പെടുന്ന കോസ്റ്റൽ റെഗുലേഷൻ സോൺ ആണ് CRZ3 എന്നുള്ളത്. മഹാസമൃദ്ധി മഹിളാ ശാക്തീകരൺ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാസമൃദ്ധി മഹിളാ ശാക്തീകരൺ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഗ്രാമീണ മേഖലയിൽ 100% സേവനങ്ങളും എത്തിക്കുന്നതിനായി 5 സ്റ്റാർ സ്കീം പ്രഖ്യാപിച്ച കേന്ദ്ര വകുപ്പാണ് തപാൽ വകുപ്പ്. ഗ്രാമീണ മേഖലയിൽ 100% സേവനങ്ങളും എത്തിക്കുന്നതിനായി 5 സ്റ്റാർ സ്കീം ആരംഭിച്ച കേന്ദ്ര വകുപ്പാണ് തപാൽ വകുപ്പ്.
ഇപ്പൊ ഇന്ത്യൻ പോസ്റ്റൽ ആണ് ഗ്രാമീണ മേഖലയിലെ 100% സേവനങ്ങൾ എത്തിക്കുന്നതിനായി 5 സ്റ്റാർ സ്കീം ആരംഭിച്ചിട്ടുള്ളത്. ലോകത്താദ്യമായി ദുബായ് ഗോൾഡൻ വിസ ലഭിച്ച പ്രൊഫഷണൽ ഗോൾഫ് താരമാണ് ജീവ മിൽഖ സിംഗ്. ലോകത്താദ്യമായി ദുബായ് ഗോൾഡൻ വിസ ലഭിച്ച പ്രൊഫഷണൽ ഗോൾഫ് താരമാണ് ജീവ മിൽഖ സിംഗ് എന്ന് ഓർത്ത് വെച്ചുകൊള്ളുക. സ്വച്ഛ് ഭാരത് വേൾഡ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. സ്വച്ഛ് ഭാരത് വേൾഡ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഓസ്ട്രേലിയയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ലഭിച്ച ഇന്ത്യൻ സംരംഭകയാണ് കിരൺ മജുംദാർ. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചോളൂ, നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ സ്വച്ഛ് ഭാരത് വേൾഡ് യൂണിവേഴ്സിറ്റി മഹാരാഷ്ട്ര ചോദിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ലഭിച്ച ഇന്ത്യൻ സംരംഭക കിരൺ മജുംദാർ, അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. 2020 സെപ്റ്റംബറിൽ VT സ്മാരക ട്രസ്റ്റിന്റെ പുരസ്കാരത്തിന് അർഹനായത് TD രാമകൃഷ്ണൻ. 2021 സെപ്റ്റംബറിൽ VT സ്മാരക ട്രസ്റ്റിന്റെ പുരസ്കാരത്തിന് അർഹനായതാണ് TD രാമകൃഷ്ണൻ. ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ പ്രസ്മ വിക്ഷേപിച്ച രാജ്യമാണ് ഇറ്റലി. കേരള സംഗീത നാടക അക്കാദമിയുടെ 2020 ഫെലോഷിപ്പിന് അർഹനായ തൃപ്പൂണിത്തുറ രാധാകൃഷ്ണൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഘടം എന്ന ഇതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് തൃപ്പൂണിത്തുറ രാധാകൃഷ്ണൻ. കേരള സംസ്ഥാന നാടക അക്കാദമിയുടെ 2020 ഫെലോഷിപ്പിന് അർഹനായ തൃപ്പൂണിത്തുറ രാധാകൃഷ്ണൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഘടം എന്നുള്ളതാണ്. ഓ മിസോറാം എന്ന കൃതി രചിച്ചത് PS ശ്രീധരൻ പിള്ളയാണ്. ഓ മിസോറാം എന്ന കൃതി രചിച്ചത് PS ശ്രീധരൻ പിള്ളയാണ്. ആക്രമണത്തിൽ നിന്ന് വിദ്യാഭ്യാസത്തെ രക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനമായി 2020 ആചരിച്ചാണ് സെപ്റ്റംബർ 9. ആക്രമണത്തിൽ നിന്ന് വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനമായി 2021 ആചരിച്ചതാണ് സെപ്റ്റംബർ 9. ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ കഴിയാൻ സാധിക്കാത്ത വിധം മാരക രോഗമുള്ളവർക്ക് ദയാവധം അനുവദിക്കുന്നതിന് 2020 ഹിതപരിശോധന നടത്തിയ രാജ്യമാണ് ന്യൂസിലാൻഡ്. അപ്പോൾ ഓർത്തു വെച്ചോളുക, ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ കഴിയാത്ത വിധത്തിൽ മാരകമായ രോഗമുള്ളവർക്ക് ദയാവധം അനുവദിക്കുന്നതിനുള്ള 2020 ഹിതപരിശോധന നടത്തിയ രാജ്യമാണ് ന്യൂസിലാൻഡ്. മരട് പൊളിച്ച ഫ്ളാറ്റുകളിൽ ഏറ്റവും വലുതാണ് ജെയിൻസ് കോറൽ കോവ് എന്നുള്ളത്. മരടിൽ പൊളിച്ച ഫ്ളാറ്റുകളിലെ ഏറ്റവും വലുത് ജെയിൻസ് കോറൽ കോവാണ്. അപ്പൊ ഇതാണ് അത്, നമ്മൾ എല്ലാവരും കണ്ടതാണ് ന്യൂസിലൊക്കെ. സ്വയം നിയന്ത്രിത ഇലക്ട്രിക് കപ്പലുകൾ നിർമ്മിക്കാൻ ഏത് രാജ്യത്തിലെ കമ്പനിയുമായിട്ടാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത്? നോർവേയുമായിട്ടാണ് സ്വയം നിയന്ത്രിത ഇലക്ട്രിക് കപ്പലുകൾ നിർമ്മിക്കാൻ വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡ് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് നോർവേയുമായിട്ടാണ്. ഓർത്ത് വെച്ചുകൊള്ളുക. അടുത്തത് 437ാമത്തെ ചോദ്യം. AK ഗോപാലൻ സ്മരണാർത്ഥം സ്മൃതി മ്യൂസിയം നിലവിൽ വരുന്ന ജില്ലയാണ് കണ്ണൂർ. AKG സ്മരണാർത്ഥം സ്മൃതി മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല കണ്ണൂരാണ്. മരിയാന കിടങ്ങിലേക്ക് അന്തർവാഹിനിയിൽ 3 അംഗ സംഘത്തെ അയച്ച രാജ്യമാണ് ചൈന. മരിയാന കിടങ്ങിലേക്ക് അന്തർവാഹിനിയിൽ 3 അംഗത്തെ അയച്ച രാജ്യമാണ് ചൈന. അടുത്ത 439ാമത്തെ ചോദ്യം. 2020 ആർക്കിടെക്ചറിന്റെ ലോക തലസ്ഥാനമായി യുനെസ്കോ തെരഞ്ഞെടുത്തതാണ് റിയോ ഡി ജനീറോ. ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 2020 ആർക്കിടെക്ചറിന്റെ ലോക തലസ്ഥാനമായി യുനെസ്കോ തെരഞ്ഞെടുത്തതാണ് റിയോ ഡി ജനീറോ. കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ ഈ പഞ്ചായത്ത് പുരസ്കാരം 2020 ലഭിച്ച സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ ഈ പഞ്ചായത്ത് പുരസ്കാർ 2020 ലഭിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. കേസരി ഒരു കാലഘട്ടത്തിന്റെ സൃഷ്ടാവ് എന്ന പുസ്തകം രചിച്ചത് MK സാനുവാണ്. കേസരി ഒരു കാലഘട്ടത്തിന്റെ സൃഷ്ടാവ് എന്ന പുസ്തകം രചിച്ചത് MK സാനുവാണ്. കേരളത്തിലെ മെഡിക്കൽ ഡിവൈസ് പാർക്ക് സ്ഥാപിതമായത് തോന്നയ്ക്കൽ തിരുവനന്തപുരത്താണ്. കേരളത്തിലെ മെഡിക്കൽ ഡിവൈസ് പാർക്ക് സ്ഥാപിതമാവുന്നത് തോന്നയ്ക്കലാണ്. തോന്നയ്ക്കൽ തിരുവനന്തപുരത്താണ്. ഫേസ്ബുക്ക് ആരംഭിച്ച ഓഡിയോ കോളിംഗ് ആപ്പാണ് ക്യാച്ച് ആപ്പ്. കാർഷിക ബിൽ 2020 രാഷ്ട്രപതി അംഗീകാരം ലഭിച്ചത് 2020 സെപ്റ്റംബർ 27. കാർഷിക ബിൽ 2020 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2020 സെപ്റ്റംബർ 27. ഇന്ത്യയിലെ ആദ്യത്തെ ഇഗ്ലൂ കഫേ നിർമ്മിച്ചത് ജമ്മു കാശ്മീരിലാണ്. നാഷണൽ ഫോർട്ടി ഫെയർ 2021 വേദിയാണ് ബാംഗ്ലൂർ.
ഒന്ന് ഓർത്ത് വെച്ചോളുക. നാഷണൽ ഫോർട്ടി ഫെയർ 2021 വേദിയാണ് ബാംഗ്ലൂർ. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ നമുക്ക് റീസെന്റ് നടക്കുന്ന പരീക്ഷകളിൽ ഏറ്റവും വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഒന്നും കൂടി ഒന്ന് ഓർത്ത് വെച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ പറയുന്നത്. അല്ലാതെ പറയുന്ന എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ചും ഇത് PSC ബുള്ളറ്റിന്റെ ബുക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഓർത്ത് വെക്കണം. വീണ്ടും വീണ്ടും ഒന്നുകൂടെ ഓർത്ത് വെച്ചോളുക എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ തന്നെയാണ്. വേമ്പനാട് കായലിൽ നിന്ന് പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതിന് പ്രധാനമന്ത്രിയുടെ അഭിനന്ദനത്തിന് അർഹനായ വ്യക്തിയാണ് രാജപ്പൻ സാഹിബ്. വേമ്പനാട് കായലിൽ നിന്ന് പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതിന് പ്രധാനമന്ത്രിയുടെ അഭിനന്ദനത്തിന് അർഹനായ വ്യക്തിയാണ് രാജപ്പൻ സാഹിബ്. വ്യോമഗതാഗതത്തിലെ മലിനീകരണം കുറയ്ക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് സീറോ ജെറ്റ് പ്ലാൻ തുടങ്ങിയ രാജ്യമാണ് ബ്രിട്ടൻ. വ്യോമഗതാഗതത്തിലെ മലിനീകരണം കുറയ്ക്കുന്നതിന് ലക്ഷ്യമിട്ട് സീറോ ജെറ്റ് പ്ലാൻ തുടങ്ങിയ രാജ്യമാണ് ബ്രിട്ടൻ. സീറോ ജെറ്റ് പ്ലാൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ നമുക്ക് ചോദ്യങ്ങൾ അവിടെ കയറി വരാൻ സാധ്യതയുണ്ട്. കറണ്ട് അഫേഴ്സ് തന്നെയാണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാം. അപ്പോൾ സീറോ ജെറ്റ് പ്ലാൻ എന്നുള്ളത് വ്യോമഗതാഗതത്തിലെ മലിനീകരണം കുറയ്ക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ്. അത് തുടങ്ങി വെച്ചത് ബ്രിട്ടനാണ്. ഒളിമ്പിക് മത്സരത്തിൽ ഇന്ത്യക്കായി ഹാട്രിക് ഗോൾ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ഹോക്കി താരമാണ് വന്ദന കതാരിയ. ഒളിമ്പിക് മത്സരത്തിൽ ഇന്ത്യക്കായിട്ട് ഹാട്രിക് ഗോൾ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഹോക്കി താരമാണ് വന്ദന കതാരിയ. അയോധ്യയിലെ തർക്കഭൂമിയുടെ വിസ്തീർണം 2.77 ഏക്കറാണ്. ഏത് സംസ്ഥാനത്തെയാണ് ചരൺജിത് സിംഗ് ചന്നി 2021 സെപ്റ്റംബറിൽ മുഖ്യമന്ത്രിയായത്? പഞ്ചാബിന്റെ മുഖ്യമന്ത്രിയായിട്ടാണ് ചരൺജിത് സിംഗ് ചന്നി 2021 സെപ്റ്റംബറിൽ അധികാരമേറ്റത്. ക്രിക്കറ്റ് ബാറ്റ്സ്മാന് പകരമായി കൊണ്ടുവരുന്ന വാക്കാണ് ബാറ്റർ. ക്രിക്കറ്റിൽ ബാറ്റ്സ്മാന് പകരമായി കൊണ്ടുവരുന്ന വാക്കാണ് ബാറ്റർ. 2021 സെപ്റ്റംബറിൽ ഏഷ്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ജേതാവായതാണ് പങ്കജ് അദ്വാനി. 2021 സെപ്റ്റംബറിൽ ഏഷ്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് പങ്കജ് അദ്വാനി. 2021 സെപ്റ്റംബറിൽ അന്തരിച്ച സ്വിറ്റ്സർലാൻഡിൽ ജനിച്ച ഇന്ത്യയിലെ ജലസംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയനായ ജെസ്യൂട്ട് പുരോഹിതൻ ഫാദർ ഹെർമൻ ബാഷറാണ്. അടുത്ത 455 ചോദ്യം. 2021 അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ രൂപവൽക്കരിച്ച സർക്കാരിന്റെ പ്രധാനമന്ത്രിയായത് ആരാണ്? മുല്ല അഹമ്മദ് ഹസൻ അബൂന്താണ്. 2021 അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ രൂപവൽക്കരിച്ചപ്പോൾ താലിബാൻ സർക്കാരിന്റെ പ്രധാനമന്ത്രിയായത് മുല്ല അഹമ്മദ് ഹസൻ അഖുന്ദ്. മെരിലോബൺ ക്രിക്കറ്റ് ക്ലബിന്റെ ആദ്യ വനിതാ പ്രസിഡന്റാണ് ക്ലെയർ ക്ലോണർ. മെരിലോബൺ ക്രിക്കറ്റ് ക്ലബിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റാണ് ക്ലെയർ ക്ലോണർ. 2020-2021 സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനമാണ് ഗുജറാത്ത്. അപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം തന്നെയാണ്. 2020-2021 സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തെത്തിയത് ഗുജറാത്ത്. 2020-2021 സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തെത്തിയ കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ. 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തും കേന്ദ്രഭരണം ചോദിച്ചു കഴിഞ്ഞാൽ ജമ്മു കാശ്മീരുമാണ്. ഉപയോഗശൂന്യമായ KSRTC ബസ്സുകൾ വാടകയ്ക്കെടുത്ത് ലഘുഭക്ഷണശാലകളായി മാറ്റുന്ന മിൽമയുടെ പദ്ധതിയാണ് മിൽമ ഓൺ വീൽസ്. ഉപയോഗശൂന്യമായ KSRTC ബസ്സുകൾ വാടകയ്ക്കെടുത്ത് ലഘുഭക്ഷണശാലകളാക്കി മാറ്റുന്ന മിൽമയുടെ പദ്ധതിയാണ് മിൽമ ഓൺ വീൽസ്. സ്വകാര്യ മേഖലയിൽ 50,000 രൂപ വരെയുള്ള ശമ്പളമുള്ള ജോലികൾക്ക് 75% പ്രാദേശിക സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് ഹരിയാന. സ്വകാര്യ മേഖലയിൽ 50,000 രൂപ വരെയുള്ള ശമ്പളമുള്ള ജോലികൾക്ക് 75% പ്രാദേശിക സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഹരിയാനയാണ് എന്ന് ഓർത്തു ഒഴിച്ചോളുക. അടുത്ത ചോദ്യം. 2021 സെപ്റ്റംബറിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് അർഹനായ മലയാളി സാഹിത്യകാരനാണ് M. ലീലാവതി. 2021 സെപ്റ്റംബറിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പിന് അർഹയായ മലയാളി സാഹിത്യകാരിയാണ് M. ലീലാവതി. നെക്ടർ ഓഫ് ലൈഫ് എന്ന പേരിൽ സംസ്ഥാനത്തിലെ ആദ്യത്തെ മുലപ്പാൽ ബാങ്ക് സ്ഥാപിതമായത് എറണാകുളത്താണ്. നെക്ടർ ഓഫ് ലൈഫ് എന്ന പേരിൽ സംസ്ഥാനത്തെ ആദ്യത്തെ മുലപ്പാൽ ബാങ്ക്
സ്ഥാപിതമായത് എറണാകുളത്താണ്. 2021 സെപ്റ്റംബറിൽ ലോകബാങ്ക് ഗ്രൂപ്പിൽ നിർത്തിവെച്ച പ്രസിദ്ധീകരണമാണ് ഡൂയിങ് ബിസിനസ് റിപ്പോർട്ട്. 2021 സെപ്റ്റംബറിലെ ലോകബാങ്ക് ഗ്രൂപ്പുകൾ നിർത്തിവെച്ച പ്രസിദ്ധീകരണമാണ് ഡൂയിങ് ബിസിനസ് റിപ്പോർട്ട് എന്നുള്ളത്. 2021 സെപ്റ്റംബറിലെ ഏത് ഏഷ്യൻ രാജ്യമാണ് പെൺകുട്ടികൾക്ക് സെക്കൻഡറി തല വിദ്യാഭ്യാസം നിഷേധിച്ചത്? അഫ്ഗാനാണ്. 2021 സെപ്റ്റംബറിൽ അഫ്ഗാനാണ് സെക്കൻഡറി തല വിദ്യാഭ്യാസം പെൺകുട്ടികൾക്ക് നിഷേധിച്ചത്. BBC-യിൽ ആദ്യമായി ഹിന്ദി വാർത്ത വായിച്ച വ്യക്തി 2021 സെപ്റ്റംബറിൽ 93-ാം വയസ്സിൽ അന്തരിച്ചു. ആരാണ് ആ വ്യക്തി? BBC-യിൽ ആദ്യമായി ഹിന്ദി വാർത്ത വായിച്ച വ്യക്തിയാണ് രജനി കൗൾ. ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ലോക്പാൽ പാനലിന്റെ ആകെ അംഗങ്ങളുടെ എണ്ണമാണ് 9. ചെയർപേഴ്സൺ ഉൾപ്പെടെ ലോക്പാലിലെ പാനലിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 9 ആണ്. നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. വിയറ്റ്നാം വിമോചന നായകനായ ഹോജി മിന്നിന്റെ പ്രതിമ സ്ഥാപിക്കുന്ന ഇന്ത്യൻ നഗരമാണ് ന്യൂഡൽഹി. വിയറ്റ്നാം വിമോചന നായകനായ ഹോജി മിന്നിന്റെ പ്രതിമ സ്ഥാപിക്കുന്ന ഇന്ത്യൻ നഗരമാണ് ന്യൂഡൽഹി. 2021 സെപ്റ്റംബറിൽ ഇന്ത്യയിൽ നിന്ന് 2 ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരെ അംഗീകരിക്കാതെ 10 ദിവസം ക്വാറന്റൈനിൽ നിർബന്ധിതമാക്കിയ രാജ്യമാണ് ബ്രിട്ടൻ. കേരള സംസ്ഥാനത്തെ ഏത് മുൻ വനിതാ മന്ത്രിയുടെ വീടും സ്മാരകവുമാണ് പഠന ഗവേഷണ കേന്ദ്രമാക്കാൻ കേരള സർക്കാർ 2021 സെപ്റ്റംബറിൽ തീരുമാനിച്ചത്? KR ഗൗരിയമ്മയുടെ. കേരള സംസ്ഥാനത്തെ ഏത് മുൻ വനിതാ മന്ത്രിയുടെ വീടും സ്മാരകവുമാണ് പഠന ഗവേഷണമാക്കാൻ കേരള സർക്കാർ 2021 സെപ്റ്റംബറിൽ തീരുമാനിച്ചത്? KR ഗൗരിയമ്മയുടെയാണ്. കരിയറിലെ 100-ാം ടെസ്റ്റ് ഇരട്ട സെഞ്ചുറി നേടുന്ന ആദ്യ ക്രിക്കറ്റ് താരമാണ് ജോ റൂട്ട്. കരിയറിലെ 100-ാം ടെസ്റ്റിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ക്രിക്കറ്റ് താരമാണ് ജോ റൂട്ട്. നമുക്കിവിടെ ഈ ഒരു ഓപ്ഷനകത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓപ്ഷനകത്ത് രോഹിത് ശർമ്മയോ വിരാട് കോഹ്ലിയോ ഒക്കെ നമുക്കവിടെ കാണും, അല്ലെങ്കിൽ ധോനിയൊക്കെ നമുക്കവിടെ കാണാം ഫസ്റ്റ് ഓപ്ഷനായിട്ട്. പക്ഷെ കയറുക നമ്മുടെ ജോ റൂട്ടാണ്. കരിയറിലെ 100-ാം ടെസ്റ്റിൽ തന്നെ ഇരട്ട സെഞ്ചുറി നേടുന്ന ആദ്യ ക്രിക്കറ്റ് താരം. 2020 COVID-19-നെതിരെ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ജീവനക്കാർക്ക് 20% വേതനം അനുവദിക്കുന്ന പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഗോവ. 2020 COVID-19-നെതിരെ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ജീവനക്കാർക്ക് 20% വേതനം അധികം നൽകുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഗോവ. 2021 സെപ്റ്റംബറിലെ പ്ലാസ്റ്റിക് പാക്ട് അവതരിപ്പിച്ച ആദ്യ ഏഷ്യൻ രാജ്യമാണ് ഇന്ത്യ. 2021 സെപ്റ്റംബറിൽ പ്ലാസ്റ്റിക് പാക്ട് അവതരിപ്പിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഇന്ത്യയാണ്. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ആക്ടിംഗ് പ്രസിഡന്റായി നിയമിതനായത് രാജ രൺധീർ സിംഗ് ആണ്. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ആക്ടിംഗ് പ്രസിഡന്റായി നിയമിതനായ വ്യക്തിയാണ് രാജ രൺധീർ സിംഗ്. ഇന്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷൻ കപ്പ് ഫെഡ് കപ്പ് ഹാർട്ട് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് സാനിയ മിർസ. ഇന്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷന്റെ ഫെഡ് കപ്പ് ഹാർട്ട് അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരമാണ് സാനിയ മിർസ. 2021 വരെ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള അവിശ്വാസ പ്രമേയങ്ങളുടെ എണ്ണമാണ് 27. 2021 വരെ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട അവിശ്വാസ പ്രമേയങ്ങളുടെ എണ്ണം 27. 2021 സെപ്റ്റംബറിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ 9ാമത്തെ മുഴുവൻ സമയ അംഗരാജ്യമായതാണ് ഇറാൻ. 2021 സെപ്റ്റംബറിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ 9ാമത്തെ മുഴുവൻ സമയ അംഗരാജ്യമായതാണ് ഇറാൻ. അപ്പോൾ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓഫ് ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെയാണെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. 2021 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രമുഖ മലയാള മാധ്യമ പ്രവർത്തകയാണ് KM റോയ്. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ആസ്ഥാനമാണ് കുവൈറ്റ് സിറ്റി. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ആസ്ഥാനം കുവൈറ്റ് സിറ്റിയാണ്. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ സ്ഥാപിതമായത് 1982 നവംബർ 16-നാണ്. ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ടെററിസം ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ച സുബ്രഹ്മണ്യൻ സ്വാമിയാണ്. അപ്പോൾ നമുക്ക് ബുക്സ് ആൻഡ് ഓതർ എന്ന ആ ഒരു കാറ്റഗറിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം തന്നെയാണിത്. ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ടെററിസം ഇൻ ഇന്ത്യ രചിച്ചത് സുബ്രഹ്മണ്യ സ്വാമിയാണ്. 1 കോടി ജനങ്ങൾക്ക് വാക്സിനേഷൻ നൽകിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് മുംബൈ. 2020 ഫിലിപ്പൈൻസ്, കംബോഡിയ, ലാവോസ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ വീശിയടിച്ച കാറ്റാണ് ഗോണി. 2020 ഫിലിപ്പൈൻസ്, കംബോഡിയ, ലാവോസ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളെ വീശിയടിച്ച കാറ്റാണ് ഗോണി. 2021 സെപ്റ്റംബറിൽ ഇന്ത്യയും നേപ്പാളും സൂര്യകിരൺ എന്ന സൈനിക അഭ്യാസം നടത്തിയ ഉത്തരാഖണ്ഡിലെ സ്ഥലമാണ്
പിത്താറഗഡ്. അപ്പം ഇന്ത്യയും നേപ്പാളും തമ്മിലാണ് സൂര്യകിരൺ എന്ന സൈനിക അഭ്യാസം നടത്തുന്നത്. ഇത് 2021 നടത്തിയത് ഉത്തരാഖണ്ഡിലെ പിത്തോറാഗഡിലാണ് എന്നോട് ഓർക്കുക. 2021 സെപ്റ്റംബറിൽ UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ അഡ്വക്കേറ്റ്സിൽ ഒരാളായി നിയമിതയായ ഭാരതീയനാണ് കൈലാഷ് സത്യാർത്ഥി. 2021 സെപ്റ്റംബറിൽ UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ അഡ്വക്കേറ്റ്സിൽ ഒരാളായി നിയമിതനായ ഭാരതീയനാണ് കൈലാഷ് സത്യാർത്ഥി എന്നുള്ളത്. അപ്പം കൈലാഷ് സത്യാർത്ഥിക്ക് ഏത് വർഷമാണ് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളുക. അടുത്തത് 72ാം റിപ്പബ്ലിക് ദിന പരേഡിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന പോർവിളി മുഴക്കിയത് 861ാം ബ്രഹ്മോസ് റെജിമെന്റ് ആണ്. 72ാം റിപ്പബ്ലിക് ദിനത്തിലെ പരേഡിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന പോർവിളി മുഴക്കിയത് 861ാം ബ്രഹ്മോസ് റെജിമെന്റ് ആണ് എന്നൊന്ന് ഓർത്തോളുക. നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഗുഡ് ഇക്കണോമിക്സ് ഫോർ ഹാർഡ് ടൈംസ് എന്ന പുസ്തകം രചിച്ചത് അഭിജിത്ത് ബാനർജിയും എക്സ്തർ ഡയഫ്ലോയുമാണ്. ഗുഡ് ഇക്കണോമിക്സ് ഫോർ ഹാർഡ് ടൈംസ് എന്ന പുസ്തകം രചിച്ചത് അഭിജിത്ത് ബാനർജിയും എക്സ്തർ ഡഫ്ലോയും. 486ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി എഞ്ചിനീയറിംഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നയം രൂപീകരിച്ച സംസ്ഥാനമാണ് കർണാടകം. ഇന്ത്യയിൽ ആദ്യമായി എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് ഡെവലപ്മെന്റ് നയം രൂപീകരിച്ച സംസ്ഥാനമാണ് കർണാടകം. എവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് കോവിഡ് കണ്ടെത്തിയത്? ഹൈദരാബാദിലാണ് ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങളിൽ കോവിഡ് കണ്ടെത്തിയത്. 488ാമത്തെ ചോദ്യം. 2021 മാർച്ചിൽ മാസം ഏത് രാജ്യത്തിന്റെ വ്യോമസേനയുടെ 70ാം വാർഷികത്തിലാണ് ഇന്ത്യൻ വ്യോമസേന പങ്കെടുത്തത്? ശ്രീലങ്കയുടെ. 2021 മാർച്ച് മാസം ശ്രീലങ്കയുടെ വ്യോമസേനയുടെ 70ാം വാർഷികത്തിലാണ് ഇന്ത്യൻ വ്യോമസേന പങ്കെടുത്തത്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കൊമേഴ്സ്യൽ പൈലറ്റാണ് മൈത്രി പട്ടേൽ. 19ാമത്തെ വയസ്സിലാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കൊമേഴ്സ്യൽ പൈലറ്റായി മൈത്രി പട്ടേൽ വരുന്നത്. 92ാമത് ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രിയാണ് ഗള്ളി ബോയ്സ്. 92ാമത് ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രിയാണ് ഗള്ളി ബോയ്സ്. KSEB സേവനങ്ങൾ വാതിൽപ്പടിയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നടപ്പിലാക്കുന്ന ടോൾ ഫ്രീ നമ്പറാണ് 1912. KSEB സേവനങ്ങൾ വാതിൽപ്പടിയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നടപ്പിലാക്കിയ ടോൾ ഫ്രീ നമ്പറാണ് 1912. 2021 സെപ്റ്റംബറിലെ ഫേസ്ബുക്ക് ഇന്ത്യയിലെ പബ്ലിക് പോളിസി ഡയറക്ടറായി ചുമതലയാണ് രാജീവ് അഗർവാൾ. 2021 സെപ്റ്റംബറിൽ ഫേസ്ബുക്കിന്റെ ഇന്ത്യയിലെ പബ്ലിക് പോളിസി ഡയറക്ടറായി ചുമതലയേറ്റത് രാജീവ് അഗർവാൾ ആണ്. 67ാമത് ദേശീയ പുരസ്കാര വേളയിൽ ഏത് ചിത്രത്തിലാണ് സംവിധായകനാണ് മാത്തുക്കുട്ടി സേവ്യർ മികച്ച നവാഗത സംവിധാനമുള്ള അംഗീകാരം നേടിയത്? ഹെലൻ. 67ാമത് ദേശീയ പുരസ്കാര വേളയിൽ ഹെലൻ എന്ന സിനിമയുടെ സംവിധാനത്തിനാണ് മാത്തുക്കുട്ടി സേവ്യർ മികച്ച നവാഗത സംവിധാനമുള്ള അംഗീകാരം നേടിയതെന്ന് ഓർക്കുക. സ്ത്രീ സമത്വം ലക്ഷ്യമിട്ട് കേരള സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സമം. ഇന്ത്യയിലെ ആദ്യ ഭൂഗർഭ നിസ്കാര ഹാൾ നിലവിൽ വന്നത് കൊടുങ്ങല്ലൂരിലെ ചേരാമർ ജുമാ മസ്ജിദിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ നിസ്കാര ഹാൾ നിലവിൽ വന്നത് കൊടുങ്ങല്ലൂരിലെ ചേരാമർ ജുമാ മസ്ജിദിലാണ്. ഊമനീർ പരിശോധനയിലൂടെ വ്യക്തിയുടെ ജനിതക ഘടന കണ്ടെത്തുന്നതിനുള്ള നൂതന സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ച സ്റ്റാർട്ടപ്പാണ് സാജിനോം. ഒമനീർ പരിശോധനയിലൂടെ വ്യക്തിയുടെ ജനിതക ഘടന കണ്ടെത്തുന്നതിനുള്ള നൂതന സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ച സ്റ്റാർട്ടപ്പാണ് സാജിനോം. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിൽ ഉള്ള ഇന്ത്യൻ ആർമിയുടെ ഫയറിംഗ് റേഞ്ച് ഏത് ബോളിവുഡ് താരത്തിന്റെ പേരിലാണ് നൽകിയിരിക്കുന്നത്? വിദ്യാ ബാലൻ. ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിലുള്ള ഇന്ത്യൻ ആർമിയുടെ ഫയറിംഗ് റേഞ്ചിന് ബോളിവുഡ് താരമായ വിദ്യാ ബാലന്റെ പേരിനാണ് നൽകിയിരിക്കുന്നത്. 2021 അന്തരിച്ച UAPA ചുമത്തിയ രാജ്യത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഫാദർ സ്റ്റാൻ സ്വാമി. 2021 UAPA ചുമത്തിയ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഫാദർ സ്റ്റാൻ സ്വാമി എന്നുള്ളത്. കർമ്മയോദ്ധ ഗ്രന്ഥ എന്ന പുസ്തകം ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ്? നരേന്ദ്രമോദിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള പുസ്തകമാണ് കർമ്മയോദ്ധ ഗ്രന്ഥ്. ദൈനംദിന ജീവിതത്തിൽ കായിക ദിനങ്ങൾ ഉൾപ്പെടുത്തുന്ന ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഹിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ദൈനംദിന ജീവിതത്തിൽ കായിക ഇനങ്ങൾ ഉൾപ്പെടുത്തി ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്
ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു 500 ചോദ്യങ്ങൾ നോക്കിയതോടുകൂടി ഈ ഒരു PSC ബുള്ളറ്റിനകത്തു നിന്നുള്ള 3200 അധികം വരുന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ 500 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. 5 വീഡിയോസിലായിട്ടാണ് ഇപ്പം നോക്കിയിട്ടുള്ളത്. ആദ്യത്തെ 100 ഒരു വീഡിയോ, പിന്നെ 100 തൊട്ട് 200 2, 200 തൊട്ട് 300 വരെ, 300 തൊട്ട് 400 വരെ, 400 തൊട്ട് 500 വരെ, അങ്ങനെ 5 വീഡിയോസിലായിട്ടാണ് ഈ 5 ചോദ്യങ്ങൾ കണ്ടുവരുത്തിയിട്ടുള്ളത്. അപ്പം ഈ 500 ചോദ്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കുക. നമ്മൾ ഉടനെ തന്നെ ഇതിൻ്റെ GK പോർഷൻസ് കൂടെ ആരംഭിക്കുന്നതാണ് നോക്കാൻ.